നമ്മൾ ജനപ്രിയ താരം ദിലീപിന്റെ പുത്തൻ ചിത്രമായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു. അതിന്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഈ ചിത്രത്തിൽ സിദ്ദിഖ്, ദിലീപ്, മഞ്ജു പിള്ള, ഉർവശി ഇവരൊക്കെ നല്ല പോലെ അഭിനയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ദിലീപ് എന്ന ജനപ്രിയ താരം എത്ര കാലമായല്ലേ മലയാളത്തിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട്. ജനപ്രിയ താരം എന്നുള്ള ആ പേര്, ആ ഐഡന്റിറ്റി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുക്കാവുന്ന കഥകൾ പറഞ്ഞുകൊണ്ടാണ്. അതിൽ നല്ല പോലെ തമാശ കൊണ്ടുവരും, നല്ല പോലെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ കൊണ്ടുവരും. അത് അപ്പം ആ സിനിമ കാണുമ്പോൾ ഏവർക്കും സന്തോഷത്തിന്റെ ഒരു പ്രതീതി ഉള്ളിലുണ്ടാവുകയും ആ കുടുംബ ചിത്രത്തിനോട്, ആ കഥയിനോട് അത്രയേറെ അടുത്തു പോകുന്ന ഒരു, എന്താ പറയുന്നത്, ചേർന്ന് നിൽക്കാവുന്ന ഒരു പുത്തൻ അനുഭവം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ എപ്പോഴും വിജയിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. മീശമാധവൻ, കല്യാണരാമൻ, കുഞ്ഞിക്കൂനൻ, ഒട്ടുമിക്ക ചിത്രങ്ങൾ എടുത്തു നോക്കി അതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെ കഥ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദിലീപ് ചിത്രങ്ങൾ സാധാരണ കാണുന്നത് ഇപ്പോൾ CID മൂസേല പോലുള്ള കോമഡിയൊക്കെ ഇല്ലേ, അത്തരത്തിലുള്ള കോമഡി ഒന്നും ചെയ്ത് ദിലീപ് ഇതിൽ ബോറടിപ്പിച്ചിട്ടില്ല നമ്മളെ. ഒരു കാരണവശാലും ദിലീപിന്റെ കഥാപാത്രം ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ, നല്ല ഇരുത്തം വന്ന പോലെ പിടിച്ചു വെച്ചാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നല്ലപോലെ പണിയെടുത്ത് അദ്ദേഹം ഈ കഥാപാത്രത്തിനെ സൂപ്പറാക്കി മാറ്റി. ഈ സിനിമയിൽ ദിലീപ് അല്ലാതെ വേറൊരാളെ നമുക്ക് നായകനാക്കി കൊണ്ടുവന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ സിനിമ കയ്യിൽ നിന്ന് അട്ടപടലം പാളിപ്പോയേനെ. അതുപോലത്തെ ഒരു കഥയാണ്. ആ കഥയ്ക്ക് ആപ്റ്റായ രീതിയിലാണ് ദിലീപ് അഭിനയിച്ചിട്ടുള്ളത്. ദിലീപിന് മാത്രമേ ഈ സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ, എൻ്റെ മാത്രം തോന്നലാണത്. പിന്നെ ഫസ്റ്റ് ഹാഫിലേക്ക് കടന്നു ചെന്നാൽ, ഫസ്റ്റ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞ് ആ ചിത്രം നമുക്ക് കാണിച്ചു വരുന്ന കഥ എന്ന് വെച്ചാൽ കുടുംബഭാരം മൊത്തം തലയിൽ വെച്ച് കല്യാണം കഴിക്കാതെ ഇങ്ങനെ വൈകി നിന്ന് പോയ ഒരാളുടെ ജീവിത സാഹചര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റി വരുന്ന കഥാസന്ദർഭങ്ങളും പറഞ്ഞുകൊണ്ട് പോകുമ്പോഴും കോമഡി നല്ലപോലെ വർക്കൗട്ടായി മാറി. കോമഡിയെ നല്ലപോലെ ഫസ്റ്റ് ഹാഫിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഷാരിസ് മുഹമ്മദാണ് തിരക്കഥ സംഭാഷണം ഒരുക്കിയിട്ടുള്ളത്. നല്ലതുപോലെ ഷാരിസ് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ കഥയൊന്നും അത് സിമ്പിളായിട്ടുള്ള സില്ലി ആയിട്ടുള്ള ഒരു കുടുംബ കഥയാണ് പറയുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഇവിടെ കുറേ പാളിച്ചകൾ പറ്റി. എനിക്ക് ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി അടുത്തത് ഇന്നതുപോലെ സംഭവിക്കും, അടുത്തത് ഇന്നതുപോലെ വരും. ഞാൻ അങ്ങനെയൊക്കെ ഇരുന്ന് കണക്കൂട്ടിയിട്ട് ആ സീൻ കഴിയുമ്പോൾ ഇതേപോലെ പറ്റൂട്ട, ഇന്ന സീൻ കഴിയുമ്പോൾ ഇതേപോലെ വരും, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടതുപോലെയൊക്കെ അതുപോലെ തന്നെ ആ ചിത്രം നമ്മൾ കാണിച്ചു തന്നു. അത് ഭയങ്കര ഒരു ഇച്ചിരി ഇതായിപ്പോയി. അത് ഒട്ടുമിക്കവരും പ്രതീക്ഷിക്കണ പോലെ സംഭവിക്കുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സിനിമ ഒരു, എന്താ പറയുക, ഒരു ഉത്തേജകമായിട്ട് മുന്നോട്ട് പോകുന്നില്ലല്ലോ, അങ്ങനെ തോന്നി. പിന്നെ ഇതിൽ ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ കാര്യം ഉണ്ടായിരുന്നോ എന്ന് വരെ തോന്നിപ്പോയി. അത് ഇത്തിരി ഇതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഇതിൽ പറയുന്നത് നെഗറ്റീവാണ്. ഇതിലെ നായിക ഉണ്ടല്ലോ, നായിക പുതിയൊരു കുട്ടിയാണ്, പേരെന്താണെന്ന് എനിക്ക് ഓർക്കണില്ല. ആ നായിക നല്ലതുപോലെ വെറുപ്പിച്ച് ഓവറായിപ്പോയി. നായികയുടെ കഥാപാത്രം കുറച്ചേറെ ഓവറായിട്ട് പോയി. ഓവറായാണ് അത് എനിക്ക് ഫീൽ ചെയ്തത്. അത് മറ്റുള്ളവർക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷേ നായിക ഈ സിനിമയിൽ മൊത്തത്തിൽ ഒന്നും ഓവറാക്കി ചളമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ യൂട്യൂബർമാരെയും ഫാമിലി ബ്ലോഗർമാരെയും ലൈഫ് സ്റ്റൈൽ ബ്ലോഗർമാരെയൊക്കെ, കൂടുതലും ഫാമിലി ബ്ലോഗർമാരെയും ലൈഫ് സ്റ്റൈൽ ബ്ലോഗർമാരെയൊക്കെ നല്ലതുപോലെ ചവിട്ടി കൂട്ടുന്ന പോലെ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ സിനിമ കാണുമ്പോഴൊന്നും മനസ്സിലാവുള്ളൂ. ഞാൻ അതിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ത്രില്ല് പോകും. അപ്പം അതങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു കഥ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു ആ ഒരു ഇത് എപ്പോഴും കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഈ സിനിമ കണക്റ്റ് ആവും. അത്തരത്തിലാണ് സിനിമയുടെ കഥ പറച്ചിലും പോകും. പിന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് ഈ സിനിമയോട് നീതി പുലർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിലൊരു കിടുക്കാച്ച സ്ക്രിപ്റ്റൊക്കെ ദിലീപേട്ടന് ഇനിയും എടുത്ത് ചെയ്യാൻ സാധിക്കും. ദിലീപ് എന്ന നടന് നല്ല സ്ക്രിപ്റ്റുകൾ വന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കഴിവ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആ വെള്ളിത്തിരയിലെ പ്രകടനങ്ങൾ നമുക്ക് ഇനിയും ഏറെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഈ ചിത്രത്തിനേക്കായി മികച്ച സ്ക്രിപ്റ്റുകൾ അദ്ദേഹം കണ്ടെത്തട്ടെ എന്നും കൂടി ഞാൻ അദ്ദേഹത്തിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യണ്ട. പിന്നെ അതേപോലെ തന്നെ ഈ ചിത്രത്തിലെ മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് സനൽ ദേവാണ്. പാട്ടുകൾക്ക് നല്ലപോലെ ഒരു ഒഴുക്കുണ്ട്, അത് അങ്ങനെ തന്നെ പോകുന്നു. ബിൻഡോ സ്റ്റീഫനാണ് സംവിധാനം. ഷാരിസ് മുഹമ്മദാണ് അതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്ക്രിപ്റ്റ് ഒന്ന് ഇച്ചിരി പാളിപ്പോയിട്ടാണ് ഷാരിസ് മുഹമ്മദ്, അതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സന്ദേശമൊക്കെ തരൂല. നമുക്ക് കുറേ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഒരു ടൈപ്പിലാണ് ഈ ചിത്രത്തിൻ്റെ ലാസ്റ്റിലേക്കുള്ള പോക്കൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ പോക്കെങ്കിലും പൂർണ്ണമായിട്ട് ഈ ചിത്രത്തെ നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഒറ്റ
ഒറ്റ വിലയിരുത്തൽ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ ഈ ചിത്രത്തെ കൈവിടില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒട്ടേറെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ദിലീപ് എന്ന് പറഞ്ഞ ആ നടനെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവരെന്തായാലും തീർച്ചയായിട്ടും ഈ ചിത്രത്തിനോട് ഒരു അടുപ്പം തന്നെ കാണിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇപ്പോൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് കുടുംബമായിട്ട് വന്നിരിക്കുന്നവരൊക്കെ ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ഇതിലെ കോമഡികളൊക്കെ ആസ്വദിക്കുന്നതായിട്ട് കണ്ടു. അവരുടെ കയ്യടികളും കൂക്കിവിളികളും ചിരിയും ഒക്കെ നമുക്ക് കേൾക്കാം തിയേറ്ററിൻ്റെ അകത്ത്. അപ്പോൾ നല്ലതുപോലെ അവരത് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലും കുടുംബ പ്രേക്ഷകർ ഈ ചിത്രത്തെ ഒന്നടങ്കം തോളിലേറ്റും, അത് ഉറപ്പാണ്. അപ്പോൾ ഒരു മികച്ച ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത്തരം ഒരു കഥയുമല്ല. നമ്മൾ കേട്ട് ശീലിച്ച ഒരു കഥ പറച്ചിൽ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ദിലീപ് എന്ന നടൻ ചെയ്തുകൊണ്ടാണ് ആ സിനിമക്ക് ആ ഒരു 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 ഇരുത്തവും ഒരു ബലവും തന്നെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നായിക നല്ലപോലെ വെറുപ്പിച്ചു. അത് ഞാൻ എടുത്തു പിന്നെയും പറയുകയാണ്. അപ്പോൾ മികച്ചതായി മാറട്ടെ റിപ്പോർട്ടുകൾ. ഇനിയുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായി മാറട്ടെ. പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.